ക്വിക്കായിട്ട് റീച്ച് ആവുക. ഇതാണ് എല്ലാവരുടെയും ആവശ്യം. ഇതിന്റെ ഓട്ടത്തിലാണ് എല്ലാവരും. ഒരുപാട് സ്കാമുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. നിങ്ങൾ ഇപ്പൊ പൈസ ഇട്ടാൽ നിങ്ങൾക്ക് നാളെ എത്ര ഇരട്ടിയാവും. ഈ ഒരു സാധനത്തിലേക്ക്, ഈ ഒരു ഫാന്റസിയിലേക്കാണ് ഇന്നത്തെ ജനറേഷൻ നല്ല രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം ആർക്കും ജോലിക്ക് പോകാൻ പ്രത്യേകിച്ച് താല്പര്യങ്ങളില്ല. നിങ്ങൾക്ക് ഏറ്റവും താല്പര്യം എന്താണ്? ഞാൻ ഇന്ന് എങ്ങനെയെങ്കിലും കുറച്ച് ഒരു 100 രൂപ ഞാൻ കൊണ്ടുപോയി തരാം, എനിക്ക് നാളെ 200 ആവണം. അപ്പൊ നമ്മളിപ്പോ ലോകത്തിൽ ഇത്രയും കാലം ഒരു ടൈം നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്കും ഓവർനൈറ്റിൽ സക്സസ് ആയിട്ടുള്ള ഒരാളും ഇല്ല. ഓവർനൈറ്റിൽ ബില്യണർ ആയിട്ടുള്ള ഒരാളും ഇല്ല. എല്ലാവരും എഫേർട്ട് എടുത്ത് എല്ലാവരും അതിന് പ്രോപ്പർ ആയിട്ടുള്ള പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്ത്, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ചാനൽസ് ബിൽഡ് ചെയ്തിട്ടാണ് ആ ഒരു പാരഡൈസ് എൻജോയ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിലേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ അവിടെ റിസ്ക് ഫാക്ടർ ഉണ്ട്, അവിടെ അതിൻ്റെതായിട്ടുള്ള ടൈം ഉണ്ട്, അവിടെ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതൊന്നും നമ്മൾ മനസ്സിലാക്കാതെ ചുമ്മാ നമ്മൾ കാണുന്ന ഇൻസ്റ്റയിൽ കാണുന്ന എന്തെങ്കിലും സ്കീമുകളോ അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പോയിട്ട് പൈസ ഇട്ടിട്ട് അത് പോയിട്ട് നമ്മൾ കരഞ്ഞൊരു കാര്യമില്ല. നമ്മുടെ ഏറ്റവും വലിയ ഗുരുവാണല്ലോ വാരൻ ബഫറ്റ്. അപ്പൊ പുള്ളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നമുക്ക് മനസ്സിലാവാത്തതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിന് എന്ത് വലിയ കാര്യമാണ് എന്നുണ്ടെങ്കിലും. അപ്പൊ നിങ്ങളെടുത്ത് ആരെങ്കിലും എന്തെങ്കിലും പ്ലാൻ ആയിട്ട് വന്ന് നിങ്ങൾ നോക്കുക, അവർ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ ഓക്കെ ആണോ, നിങ്ങൾക്ക് ഡൈജസ്റ്റ് ആവുന്നുണ്ടോ? ബാക്കി അതിനെപ്പറ്റി ഇൻഡസ്ട്രിയിൽ ആരെന്ത് പറഞ്ഞെന്നോ അല്ലെങ്കിൽ അതിന്റെ സർട്ടിഫിക്കേഷൻസ് അതൊന്നും ഞാൻ ചോദിക്കുന്നത്. അവർ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ?